സാക്ഷരതാ മിഷനിലൂടെ ആയിരങ്ങൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്ന പോരാളിയായിരുന്നു കെ.വി. റാബിയ. പ്രതിസന്ധികൾക്കിടയിൽ തളരാതെ ജീവിത വഴിയിൽ മുന്നേറിയ റാബിയ ഒരു പെൺകരുത്തിന്റെ പ്രതീകമായിരുന്നു. 2022 കെ.വി. റാബിയയ്ക്ക് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ദൈവത്തിലേക്ക് നടത്തുന്ന വഴികളാണ്. കഷ്ടതയും വേദനയും പ്രയാസവുമാണ് നമ്മെ ഹൃദയത്തിൻ്റെ ആർദ്രതയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. തിരൂരങ്ങാടി വെള്ളിലക്കാട് മൂസക്കുട്ടി ഹാജിയുടെയും ഹജ്ജുമ്മയുടെയും മകൾക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ പലതായിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്നു റാബിയ. ജന്മനാ കാലിനുണ്ടായിരുന്ന ശേഷിക്കുറവ് വകവയ്ക്കാതെ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയി. ഹൈസ്കൂളിലെത്തിയപ്പോൾ പോളിയോ മൂർച്ഛിച്ച് നടക്കാൻ കഴിയാതായി. സൈക്കിളിലായി പിന്നീടുള്ള യാത്ര. പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലിരുന്നായി പിന്നീടുള്ള പഠനം. കഥകളും കവിതകളും ശാസ്ത്രവും ചരിത്രവും പഠിച്ചു. ബിരുദങ്ങൾ നേടി. വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തു. സമ്പൂർണ്ണ സാക്ഷരതായജ്ഞത്തിന്റെ ഭാഗമായത് ജീവിതത്തിൽ വഴിത്തിരിവായി. അക്ഷരാഭ്യാസമില്ലാത്തവർക്കായി ക്യാമ്പയിനുകൾ, സ്ത്രീകൾക്കായി ചെറുകിട ഉൽപാദന യൂണിറ്റ്, വനിതാ ലൈബ്രറി, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ചലനമെന്ന സംഘടന. അക്കാലത്താണ് അർബുദം പിടിപെട്ടത്. ചികിത്സയും വിശ്രമവുമായി 4 വർഷം. അതൊന്നും റാബിയയുടെ ആത്മവീര്യം കെടുത്തിയില്ല. തിരികെ ജോലിയിൽ സജീവമായി. പിന്നീട് അടുത്ത തിരിച്ചടി. കുളിമുറിയിൽ തെന്നിവീണ് നട്ടെല്ല് തകർന്നു. കഴുത്തിനു താഴെ ഭാഗികമായി തളർന്നു. കിടക്കയിൽ കിടന്ന് കളർ പെൻസിൽ ഉപയോഗിച്ച് എഴുത്ത് വീണ്ടും തുടങ്ങി. സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് എന്ന ആത്മകഥയുൾപ്പെടെ 4 പുസ്തകങ്ങൾ. സാക്ഷരതാരംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2014 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം, സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, UN ഇന്റർനാഷണൽ അവാർഡ്, നിരവധി പുരസ്കാരങ്ങൾ. റാബിയ ഒരു മാതൃകയാണ്. പ്രതിസന്ധികളിൽ തളർന്നു വീഴാതെ പൊരുതാൻ, ഇരുട്ടിൽ സ്വയം വെളിച്ചമായി മാറാൻ. റിസർച്ച് ഡെസ്ക് 24.